റാൻഡമായിട്ട് ചോദിക്കുകയാണ്, ഒഴിവാക്കപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാനത് എൻ്റെ ചോദിക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 6 വർഷത്തിൽ ഒരു സിനിമയാണ് മലയാളത്തിൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഇപ്പം ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ആക്ടിംഗ് വൈസ് ആണെന്നുണ്ടെങ്കിൽ 2015 വർഷത്തോളം 2011 സിറ്റി ഓഫ് ഗോഡ് തൊട്ട് ഇന്നും സർവൈവ് ചെയ്യാണ്. എത്രയോ ആളുകൾ വന്ന് പോയി മിന്നി പറഞ്ഞ നമ്മൾ മറന്ന പേരുകളും മുഖങ്ങളും ഉണ്ട്. ഇന്നും രാജീവ് പിള്ള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അത് ക്രിക്കറ്റിലും അറിയാം, അഭിനയത്തിലും അറിയാം. പക്ഷെ എന്നാലും താങ്കൾ മലയാളത്തിൽ ഒരേ ഒരു സിനിമ കഴിഞ്ഞ 6 വർഷത്തിനോട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു ഗസ്റ്റ് റോൾ വന്ന് പോയതേ ഉള്ളൂ. അത് നമുക്ക് വിട്ടേക്കാം. എന്തുകൊണ്ടായിരിക്കും ഒരു സെൽഫ് എന്തായിരിക്കും സംഭവിക്കുന്നത്? കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. ഒന്ന്, ഞാനിവിടെ ഉണ്ടോയെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കാം. രണ്ട്, എനിക്ക് തോന്നുന്നൊരു മലയാളത്തിലെ ഒരു 90% ഡയറക്ടേഴ്സും വിചാരിച്ചിരിക്കുന്ന ഞാൻ ക്രിക്കറ്റ് കളിച്ച സിനിമയിൽ വന്നാണെന്ന്. ബട്ട് ഇവൻച്വലി ലിജോ സാറിൻ്റെ സിറ്റി ഓഫ് ഗോഡ് ഞാൻ കൊടുത്ത എൻ്റെ ഓഡീഷൻ 30 സെക്കൻഡ് ഓഡീഷനാണ്. നടന്നു കൊടുത്തിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത്. പക്ഷേ അതൊന്നും ആൾക്കാർ ചിന്തിക്കുന്ന പോലുമില്ല. ഞാൻ റോഷൻ ആൻഡ്രൂസിനെ കഴിഞ്ഞ ദിവസം ബോംബെയിൽ വെച്ചിട്ടുണ്ട്. ഹി വാസ് ഡൂയിങ് ഹിസ് ഹിന്ദി മൂവി. ഓക്കെ, അപ്പോൾ ഞാൻ ബോംബെയിൽ ഷൂട്ട് കിടക്കാണ് എൻ്റെ. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് പോകുന്നുണ്ട്. പുള്ളിക്കാരൻ എന്നോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം കളിയില്ല എന്ന് ചോദിക്കുന്നത്. ഇവൻച്വലി എനിക്ക് പുള്ളിക്കാരനോട് പറഞ്ഞു കൊടുക്കുന്നത്, സാർ ഞാനൊരു പ്ലെയർ അല്ല. എവ്രി വൺ തിങ്സ് ദാറ്റ് ഐ ആം എ പ്ലെയർ. ഐ വാണ്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഐ എം ഡൂയിങ് മൈ 50 സെക്കൻഡ് മൂവി നൗ. ഐ ഹവ് ഡൺ 6 ലാംഗ്വേജസ് ഞാൻ മൂവീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ അതൊന്നും ആർക്കും അറിയില്ല.